നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അധ്യായം 3 ഭാഗം 4. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാം. മുത്തശ്ശി പറയുന്ന കഥകൾ കേട്ടാലും മതിയാവില്ല. തൊണ്ടയിലെ വെള്ളം വറ്റുമ്പോൾ മുത്തശ്ശി പറയും, ഇത്തിരി ചൂടുവെള്ളം അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കൊണ്ടെന്നാ. അപ്പു അടുക്കളയിലേക്ക് ഓടിച്ചെല്ലും. ചൂടുവെള്ളം ഊതി കുടിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി ഉഷാറായി. ചെല്ലം തുറന്ന് മുത്തശ്ശി വെറ്റില എടുക്കും. അപ്പോഴേക്കും അപ്പു ചെല്ലത്തിൽ നിന്ന് അടയ്ക്ക കഷ്ണങ്ങൾ തപ്പിയെടുത്ത് കുഞ്ഞുരലിലിട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പഴുക്ക അടക്ക നെടുകയെ പൊളിച്ച് തരങ്ങ് കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കുന്ന പണി ചേന്നനാണ്. മുത്തശ്ശി എന്തോ ആലോചിക്കുകയാണ്. ഈ ലോകത്തൊന്നുമല്ല മുത്തശ്ശി ഇപ്പോഴെന്ന് അപ്പുവിന് മനസ്സിലായി. ആ കാശുകൊണ്ട് വീട് വാങ്ങിയോ മുത്തശ്ശി? മുത്തശ്ശി ഞെട്ടിയുണർന്നു. എന്തേ അപ്പു ചോദിച്ചത്? ആ കാശുകൊണ്ട്? ആ പണം ആർക്കുമില്ലാതെ പോയില്ലേ അപ്പു? എന്തേ ഉണ്ടായത് മുത്തശ്ശി? അതോ, രാഘവമാമയുടെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, ഒരു ശങ്കാര്, വടക്കേപ്പാട്ട കാരണവര്. സ്കൂളിൻ്റെ തെക്ക് ഭാഗത്തൊരു വലിയ വീട് അപ്പോൾ കണ്ടിട്ടുണ്ടാവും. വടക്കേപ്പാട്ട കേശവൻ എൻ്റെ കൂടെ പഠിക്കണേ. അതന്നെ, രാഘവമാമ ആ പണം ശങ്കാരെ സൂക്ഷിക്കാൻ കൊടുത്തു അത്രേ. അത്ര അടച്ചുറപ്പൊന്നും ഇല്ലാലോ മനക്കല കളത്തിന്. പഴയ ഒരു പെര. ശങ്കാര എത്ര വിശ്വാസമായിരുന്നു അത്രേ അമ്മാമ്മയ്ക്ക്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാഘവമാമയ്ക്ക് പനി പിടിച്ചു. പനി എന്ന് പറഞ്ഞാൽ പോരാ, തൊട്ടാ പൊള്ളും. വിഷപ്പനിയാന്നാ രാമൻ വൈദ്യര് പറഞ്ഞേ. വൈദ്യര് തന്നെ നേരിട്ട് വന്ന് അമ്മാമ്മയെ നാടി പിടിച്ചു നോക്കി. പരിശോധന കഴിഞ്ഞ് ചികിത്സയെ നിശ്ചയിച്ചു. പോണ പോക്കിലെ അമ്മയോട് പറയുകയും ചെയ്തു, ലേശം വിഷമത്തിലാണ് കാർത്തിയായനമ്മേ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ. കഷായവും ഗുളികയും മൂക്കിൽ നസ്യം ചെയ്യലും ഒന്നിനും ഒരു കുറവുണ്ടായില്ല. 7-ാം പക്കം അമ്മാമ്മ പോയി. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. അമ്മാമ്മ മരിച്ചതിൻ്റെ 3-ാം പക്കം ശങ്കാരും മരിച്ചു. എങ്ങനെയാ മുത്തശ്ശി? ഒടിയരടിച്ച് കൊന്നതാന്നാ പറയണത്. പുറമേക്ക് കാണാൻ ഒരു കേടുമില്ല. രാത്രി വയറ് നിറച്ച് കഞ്ഞിയും കുടിച്ച് കിടന്നതാത്രേ. രാവിലെ എനിക്ക് വരാതായപ്പോൾ മരുമകള് വിളിക്കാൻ ചെന്നതാ. വിളിച്ചപ്പോൾ മിണ്ടാട്ടല്ല. കുലുക്കി വിളിച്ചുത്രേ. അപ്പോൾ ശരീരം ഒന്നിച്ച് കുലുങ്ങുക. ദേഹമൊക്കെ തണുത്തിരിക്കണു. കയ്യും കാലും ബലം വെച്ചിരിക്കണു. എല്ലാവരും കൂടി നിലത്തിറക്കി കിടത്തി. എന്തിനാ മുത്തശ്ശി ഒടിയൻ ഒടിച്ചു കൊന്നത്? ശത്രുക്കളാരെങ്കിലും ഏർപ്പാടാക്കിയതാവും. ഒരു സംശയം ചോദിക്കട്ടെ മുത്തശ്ശി, ആൾക്കാർ തന്നെ മരിക്കില്ലേ? വാഴയിലെ കുട്ടിശങ്കരമാമ മരിച്ചില്ലേ കഴിഞ്ഞ കൊല്ലം? ഹൃദയസ്തംഭനായിട്ട് മരിച്ചു എന്നാണല്ലോ ഗോവിന്ദമാമ പറയണ കേട്ടത്. ശ്വാസം നിന്നു പോയതാണത്രേ. ഇങ്ങനത്തെ സൂക്കേടൊന്നും പണ്ടത്തെ കാലത്ത് ഇല്ലാലോ അപ്പോ. ഒടിയൻ ഒടിച്ച് കൊന്നതന്നെയായിരിക്കും ശങ്കാരെ. ഉറപ്പാണോ മുത്തശ്ശി? അങ്ങനെ ചോദിച്ചാൽ മുത്തശ്ശിക്ക് നിശ്ചയില്ലാട്ടോ. മൂക്ക് കീഴ്പ്പെട്ടുള്ള എല്ലാവരും അങ്ങനെ പറഞ്ഞത്. മൂക്ക് മേപ്പെട്ടുള്ളവരും ഉണ്ടോ മുത്തശ്ശി? ചാൽ സകലരും പറഞ്ഞത് ഒടിയൻ ഒടിച്ചു തന്നെ. നീ ഒരു മണ്ടനാട്ടോ അപ്പോ. എന്നിട്ട് മുത്തശ്ശി, ശങ്കാരുടെ അടിയന്തരൊക്കെ കഴിഞ്ഞ് എന്നെയും കുട്ടിയെ അമ്മ വടക്കേപ്പാട്ടയ്ക്ക് പോയി. ശങ്കാരുടെ അനിയൻ ചാപ്പുണ്യാര കൈകാര്യം. 150 റുപ്യ ശങ്കാരെ ഏൽപ്പിച്ച കഥ അമ്മ ചാപ്പുണ്യാരോട് പറഞ്ഞു. അയാൾ 2 കൈയും മലർത്തി. രാഘവൻ നായർ ഇങ്ങനെ കാശ് ഏട്ടനെ ഏൽപ്പിച്ച കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ കാർത്തിയാനിയമ്മേ. ഏട്ടൻ അങ്ങനെ വിഷയം പറയേണ്ടതായിട്ടില്ല. അയാൾ നുണ പറഞ്ഞതാവും അല്ലേ മുത്തശ്ശി? സാക്ഷാൽ ഗുരുവായൂരപ്പൻ അറിയാം സത്യം. നേത്യാരമ്മയെ പോലെ ജീവിച്ചതല്ലേ എൻ്റെ അമ്മ. എന്നിട്ടെന്തായി കഷ്ടപ്പാട്? എണ്ണിച്ചുട്ട അപ്പം പോലെ മുത്തശ്ശന് മനക്കേന്ന് കിട്ടുന്നതുകൊണ്ട് വേണ്ട ജീവിക്കാൻ. മനക്കല അടിച്ചു തെളിക്കാനും പോയി എൻ്റെ അമ്മ. അച്ചമ്പ്രാൻ്റെ നല്ല സഹായം ഉണ്ടായിരുന്നു. പാതവക്കത്ത് ഇത്തിരി സ്ഥലം തന്നു. അതിലെ ഒരു 2 മുറി വീട് പണിതു നിന്റെ മുത്തശ്ശൻ. മനക്കലെ കാത്തിന്ന് അങ്ങോട്ട് താമസം മാറ്റി. ഗോവിന്ദനെയും നിന്റെ അമ്മയും പറ്റത് ആ വീട്ടിലാ. അപ്പോൾ ഈ വീടോ? ഈ സ്ഥലം അപ്പുവിൻ്റെ അച്ഛൻ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ. അവൻ്റെ സമ്പാദ്യം കൊണ്ടാണ് ഈ വീടുണ്ടാക്കിയത്. വീടിൻ്റെ പാലുകാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടേക്ക് പോന്നു. അത്രയ്ക്കും ചെറിയ വീട്ടിൽ വരാനും പോവാനും ബുദ്ധിമുട്ടല്ലേ രാമചന്ദ്രനെ? ശ്രീകുട്ടനെ നിന്റെ അമ്മ പെറ്റത് ഈ വീട്ടിൽ വന്നിട്ടാ. അപ്പം ഞാനോ? അത് പിന്നെ ചോദിക്കാണ്ടോ മണ്ടശിരോമണി. ശ്രീകുട്ടനുണ്ടായിട്ടല്ലേ അപ്പുണ്ടായത്. പാതവക്കത്തെ ആ വീടോ? അത് വിറ്റു. കിട്ടിയ പണം രാമചന്ദ്രന് കൊടുത്തു. ഇത്രയും വലിയ വീട് വെക്കണമെങ്കിൽ
അസാരം കാശ് വേണ്ടേ അപ്പോ? എന്നാലും മുത്തശ്ശി, ചാപ്പുണ്ണിയാരും അങ്ങനെ ചതിക്കാൻ പാടില്ല അല്ലേ മുത്തശ്ശി? തന്നെ അയാളെ ക്ഷയം പിടിച്ചല്ലേ ചത്തത്. ചാത്തങ്കാവിലമ്മ ശിക്ഷിച്ചതാ. പാപം ചെയ്ത ഭഗവതി ശിക്ഷിക്കുവോ? എന്താ സംശയം? അമ്മയുടെ മക്കളല്ലേ നമ്മളൊക്കെ. മക്കളായാലും തെറ്റ് ചെയ്ത അമ്മ ശിക്ഷിക്കും. രക്ഷിക്കാനും ശിക്ഷിക്കാനും അല്ലേ അമ്മ ആ കുന്നുംപുറത്ത് കുടികൊള്ളണത്. 150 റുപ്യ കിട്ടിയതുകൊണ്ട് വടക്കേപ്പാട്ടൂർ നന്നായോ? ഇല്ല. തമ്മിത്തച്ച് തല പൊളിച്ച് ഭാഗം വെച്ച് നശിച്ചില്ലേ വടക്കേപ്പാട്ടൂര്. അങ്ങനെ തന്നെ വേണം വടക്കേപ്പാട്ടൂർക്ക്. പാവം കേശവൻ മൂട് പിന്നിയ ട്രൗസർ ഇട്ടുകൊണ്ടാണ് അവൻ സ്കൂളിൽ വരുന്നത്. മുത്തശ്ശി പറഞ്ഞ കഥകളൊന്നും അവനോട് പറയണ്ട, അവന് സങ്കടാവും. മുത്തശ്ശിയുടെ തറവാട് അപ്പോൾ ദൂരെ നിന്നു കണ്ടിട്ടുണ്ട്. പടിഞ്ഞാറേപ്പാടത്തിന് തെക്കേക്കരയ്ക്ക് ചേരക്കുന്നിൻ്റെ താഴത്ത്. മുത്തശ്ശി ദൂരെ നിന്ന് കാണിച്ചു തരും. എത്ര വയ്യെങ്കിലും ശരി, താലപ്പൊലിക്ക് കൂറയിട്ട് കഴിഞ്ഞാൽ ചാത്തങ്കാവിലെ അമ്മയെ തൊഴണം മുത്തശ്ശിക്ക്. മുത്തശ്ശിയും അമ്മയും ഏട്ടനും അപ്പവും ഒന്നിച്ചാണ് പോവുക. മുത്തശ്ശിക്ക് വടികുത്താൻ മടിയാണ്. ഏട്ടനോ അപ്പുവോ കൈ പിടിച്ചാൽ മതി. പടിഞ്ഞാറേപ്പാടം താണ്ടി ചാത്തങ്കാവ് കുന്നെത്തണമെങ്കിൽ മുത്തശ്ശിക്ക് കുറേ സമയം വേണം. കുറച്ചകലെയായി തറവാടിൻ്റെ ഓടിട്ട മോന്തായം കാണുമ്പോൾ മുത്തശ്ശി നിൽക്കും. മുത്തശ്ശി കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച വീടാണല്ലോ. അന്ന് ഭാഗം വെച്ച് പടിയിറങ്ങിപ്പോന്നതിൻ്റെ ശേഷം മുത്തശ്ശി ആ പടി ചവിട്ടിയിട്ടില്ലാത്രേ. 4 മക്കളാ രാവുണ്ണിമാമയ്ക്ക്. മൂത്തത് 3 പെണ്ണ്. 4-മത്തോനാണ് രാമൻകുട്ടി. രാമൻകുട്ടി മാമയെ മുത്തശ്ശി കാട്ടിത്തന്നൂലോ അപ്പൂന് കഴിഞ്ഞ കൊല്ലം താലപ്പൊലിക്ക്. രാമൻകുട്ടി മാമയെ അപ്പൂന് നല്ല ഓർമ്മയുണ്ട്. കറുത്തു മെരിഞ്ഞ കാരക്കോല് പോലെ ഒരാൾ. കല്യാണി ഒപ്പോളെ എന്നാണ് അയാളെ മുത്തശ്ശിയെ വിളിച്ചത്. മഹാഭാരത യുദ്ധം നടക്കില്ലേ തറവാട്ടിൽ. പെണ്ണുങ്ങൾ 3 ഒരു കെട്ട്. അച്ഛൻ രാമൻകുട്ടിക്ക് വസ്തു ഓരോന്ന് സ്വകാര്യമായിട്ട് എഴുതി കൊടുക്കുകയാണ് എന്നാ അവരുടെ ആക്ഷേപം. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ആരാ ചോദിക്കാൻ എന്ന് രാവുണ്ണിമാമ. നേരത്തെ അമ്മായി പോയി, അതുകൊണ്ട് മക്കളെ തല്ലുകൊണ്ടില്ല. 2-മത്തെ മോളുണ്ടല്ലോ പാറുകുട്ടി, അവളെ അമ്മാമ്മയെ കൈവച്ചു എന്നാ കേട്ടത്. 19 വയസ്സായ അച്ഛനെ ഒറ്റ ഉന്താത്രേ. മിറ്റത്ത് മലർന്നടിച്ചു വീണുന്ന കണ്ടോര് പറയണത്. അയാളെ ദുഷ്ടനാ. എന്നാലോ ആ കിടപ്പ് കിടന്നതാത്രേ. 1 മാസം തികയണേൻ്റെ മുമ്പേ തെക്കേ വളപ്പിലേക്ക് എടുത്തില്ലേ. അമ്മാമ്മ ചെയ്ത പാപം അമ്മാമ്മ എന്നെ അനുഭവിക്കണ്ടേ. മരുമകള് പാതവക്കത്ത് കഷ്ടപ്പെടുമ്പോൾ എന്താ വെറുതെ എന്ന് അന്വേഷിച്ചതും കൂടി ഇല്ല ദുഷ്ടൻ. ഒരു പറ നെല്ല്, ഒരിടങ്ങഴി അരി, ഉടുക്കാൻ ഒരു മുണ്ട്. തന്നെ ആ കൊരണ്ടിത്തന്ത മരിച്ചു എന്നറിഞ്ഞിട്ടും മുത്തശ്ശി കാണാൻ കൂടി പോയില്ല. എനിക്ക് കാണണ്ട ആ ദുഷ്ടൻ്റെ ശവം. മുത്തശ്ശി ചത്താലും ആ പക തീരില്ല, അറിയോ അപ്പൂന്. തമ്മിത്തല്ലി നശിക്കും അപ്പൂ രാമണ്ണിമാമയുടെ മക്കള്. സ്വത്തിന് വേണ്ടിയല്ലേ അവർ വാളെടുക്കണത്. കൗരവരുടെയും പാണ്ഡവരുടെയും കഥ കേൾക്കണ്ടേ അപ്പൂന്. വേണം മുത്തശ്ശി, ഇപ്പം വേണ്ട, വേറൊരു ദിവസം പറഞ്ഞു തരാം. ഏകാശ പോയി കോളാമ്പി തൂത്ത് കഴുകി കൊണ്ടുവാ.